ഹായ് ഫ്രണ്ട്സ്, ചെമ്പോപ്പാറ നാച്ചുറൽ ബ്യൂട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാണ് കേട്ടോ. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയോ? ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു ചിക്കൻ കറി വെച്ചു കേട്ടോ. സാധാരണ രീതിയിലൊരു ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനിയും കുറച്ച് ചക്കയുണ്ട് കേട്ടോ. ഇത് ഫ്രീസറിൽ വെച്ചിരുന്ന ചക്കയാണ് ഇന്നലെ. അത് ഒന്ന് വേവിക്കാം എന്നോർത്തോണ്ടാണ്. ചക്കച്ചുളയൊക്കെ ഉണ്ടോ? ഒരു കുഴപ്പവും ഇല്ല, നന്നായിട്ടിരിക്കുന്നു. അപ്പോൾ ഇനി ഈ ചക്കയെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തുകൊണ്ട് വരാം. ചക്കയെല്ലാം അരിഞ്ഞെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ആവശ്യമുള്ള അരപ്പ് ചേർക്കാം. തേങ്ങയും ഉള്ളിയും മുളകും കറിവേപ്പിലയും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി ഒതുക്കി വെച്ചിരിക്കുന്നത് കൂടി ചേർക്കാം. കുറച്ച് വെള്ളം മതി കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം. എല്ലാം ചേർത്ത് ചക്ക അരിഞ്ഞത് തീയെ വെച്ച് വേവിച്ചാൽ മതി കേട്ടോ. പിന്നെ ഒന്നും ചെയ്യണ്ട, ഇനി ഇളക്കി വാങ്ങിയാൽ മതി. എല്ലാം റെഡിയായിട്ട് വെന്തോളൂ. ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചേക്കാം. ഇത്രയും ചക്ക വയ്ക്കുന്നതിന് ഒരു കപ്പ് വെള്ളം മതി കേട്ടോ. ഇനി ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ചക്ക വേവിക്കാൻ എളുപ്പമാണേ. വെട്ടിപ്പെറുക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു പാടുമില്ല. മുളകരച്ച് തീയെ വെച്ചാൽ 10 മിനിറ്റ് കൊണ്ട് ചക്ക റെഡിയാവും. ചക്കയ്ക്ക് ആവി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ഈ കറിക്കും ചക്കയ്ക്കും ചേർക്കാനുള്ള ഉള്ളിയും കറിവേപ്പിലയും കടുകും കൂടി മൂപ്പിച്ചെടുക്കാം. ചക്കയ്ക്ക് നന്നായിട്ട് ആവി വന്നു കഴിയുമ്പോൾ തീ കുറച്ചിടണം. ചെറിയ തീയിലിരുന്ന് പെട്ടെന്ന് വെന്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചക്ക വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് എണ്ണ മൂപ്പിച്ചതിൻ്റെ പകുതി ഒഴിച്ചു കൊടുക്കാം. രണ്ടിനും കൂടെ ഒന്നിച്ചങ്ങോട്ട് ഉള്ളിയും കറിവേപ്പിലയും കടുകും കൂടി മൂപ്പിച്ചെടുത്തേ. ഇനി കറിയിലേക്ക് ബാക്കിയുള്ളതും കൂടെ ചേർക്കണം. ഇത്തിരി എണ്ണ ചേർക്കുവാണെങ്കിൽ പച്ചച്ചവ അങ്ങ് മാറിക്കോളും. ഒരു പ്രത്യേക രുചിയും കിട്ടും കേട്ടോ. അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചിക്കൻ കറി റെഡിയായി വന്നിട്ടുണ്ട്. എണ്ണയും ചേർത്തു റെഡി ആയിട്ടുണ്ടേ. സാധുണ്ടോ എന്ന് നോക്കാം. സൂപ്പറാണ് കേട്ടോ. ഇനിയിപ്പോൾ ചക്ക കൂടി ഇളക്കിയെടുത്താൽ മതി കേട്ടോ. ചിക്കൻ കറിയുടെ തീ ഓഫ് ചെയ്തു. ചിക്കൻ കറി റെഡി ആയിട്ടുണ്ടേ. ഇനി ചക്കയും കൂടി ഒന്ന് ഇളക്കിയെടുത്താൽ മതി. ചക്കയും വെള്ളം പറ്റി റെഡിയായി വന്നിട്ടുണ്ട്. വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ചക്കയും ചിക്കൻ കറിയുമാണ് കേട്ടോ. ചക്കയൊക്കെ തീരാറായിട്ടുണ്ട്. എല്ലാം പഴുത്ത് തീർന്നു. നമ്മുടെ ചക്കയും ചിക്കൻ കറി റെഡിയായി. അപ്പോഴിങ്ങനെ ഇടയ്ക്കൊക്കെ ഓരോ ചക്കയൊക്കെ വേവിക്കാനായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. എല്ലാവർക്കും